എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു പ്ലം കേക്ക് ആയാലോ? മുട്ടയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കേക്കാണ് കൂട്ടുകാരുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത്. നമുക്ക് ബീറ്ററൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും. മുട്ട ചേർത്തില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് തന്നെയാണ് ഞാൻ തയ്യാറാക്കി എടുത്തേക്കുന്നത്. നല്ല റിച്ച് ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം വീട്ടിൽ. കൂട്ടുകാർ എന്തായാലും ഈ ഒരു ക്രിസ്മസിന് ഈ ഒരു പ്ലം കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്ത് വെച്ചില്ലെങ്കിലും ഈ പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി സേവ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ഈ ക്രിസ്മസിന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്കും കൂടിയാണ്. കണ്ടു നോക്കിയാലോ? ആദ്യം നമുക്ക് ഈ കേക്ക് തയ്യാറാക്കി എടുക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 കപ്പ് അളവിൽ മൈദയാണ് ഈ അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1 നുള്ളുപ്പുമാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഒരു 2 തവണയെങ്കിലും നമ്മളൊന്ന് ഇടഞ്ഞെടുക്കണം, എന്നാലേ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. 2 തവണ ഞാൻ അരിപ്പയിലൂടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടഞ്ഞെടുത്തിരുന്നു. ഈ ഒരു കൂട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ക്യാരമൽ സിറപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട്. പാനിലോട്ട് ഞാൻ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ പഞ്ചസാരയൊന്ന് ക്യാരമലായി കിട്ടുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് ക്യാരമലായി ചെറുതായിട്ട് നിറം മാറി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് സ്റ്റൗ കുറച്ച് വയ്ക്കേണ്ടതാണ്. ഇനി സ്റ്റൗ കുറച്ച് വെച്ചിട്ട് വേണം, ബാക്കി കുറച്ച് കളറും കൂടെ നമുക്ക് കിട്ടാനുണ്ടല്ലോ, അപ്പോൾ സ്റ്റൗ കുറച്ച് വെച്ചിട്ട് വേണം ബാക്കിയുള്ളവയും കൂടെ ക്യാരമൽ ചെയ്യാനായിട്ട്. ഈ ക്യാരമൽ സിറപ്പ് ഒരിക്കലും കരിഞ്ഞു പോകല്, അങ്ങനെ ആകുമ്പോൾ കേക്കിൻ്റെ ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 1/2 കപ്പ് അളവിൽ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ മാറി നിന്ന് തന്നെ ചേർത്ത് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ദേഹത്തൊക്കെ തെറിച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം. ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാതെയാണ് നമ്മൾ ഈ പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം ആ സോക്ക് ചെയ്ത രീതിയിൽ നമുക്ക് ഈ കേക്ക് തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്യാരമൽ സിറപ്പിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കേണ്ടതാണ്. നമ്മൾ 1 കപ്പ് അളവിൽ മൈദ എടുത്തു, 1 കപ്പ് അളവിൽ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം. ഞാനിവിടെ റൈസൻസും അതുപോലെ ഡേറ്റ്സും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെയാണ് എടുത്തേക്കുന്നത്. എല്ലാം കൂടെ 1 കപ്പ് അളവിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഈ ക്യാരമൽ സിറപ്പുമായിട്ട് ഈ ഫ്രൂട്ട്സ് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ക്യാരമൽ സിറപ്പിൽ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് വരട്ടിയെടുത്ത് നമ്മൾ കേക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് എങ്ങനെയാണോ തയ്യാറാക്കി എടുക്കുന്നത് അതേ രീതിയിൽ നമുക്ക് പ്ലം കേക്ക് തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ല രീതിയിൽ സോക്കായ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ടിൻ്റെ ചൂടാറുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ചൂടാറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കണം. ഞാൻ 1/2 കപ്പ് അളവിൽ ബ്രൗൺ ഷുഗർ എടുത്തിരുന്നു. അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മാറ്റിയിട്ടാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. കാരണം ഫ്രൂട്ട്സും കൂടെയൊക്കെ ആകുമ്പോൾ കേക്കിന് ഒത്തിരി മധുരമാകും 1/2 കപ്പ് അളവിൽ എടുത്താൽ. ഇതിലോട്ട് കുറച്ച് സ്പൈസസ് കൂടെ ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഒരു ചെറിയ വലുപ്പമുള്ള ജാതിക്കായും ഒരു ചെറിയ പട്ടയും ഒരു 2 ഗ്രാമ്പും കൂടെ ചേർത്തിട്ട് നമുക്കിവയൊന്ന് പൊടിച്ചെടുക്കണം. ഇവിടെ നമ്മൾ മുട്ട ചേർക്കാത്ത പ്ലം കേക്കാണല്ലോ തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനിയും ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മുട്ടയ്ക്ക് പകരമായിട്ട് തൈരാണ്. 1/4 കപ്പ് അളവിൽ തൈര് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും സ്പൈസസും ചേർന്നിട്ടുള്ള ആ ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ഈ പഞ്ചസാരയും തൈരും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ തൈര് കട്ടയില്ലാതെ എല്ലാം ഒന്ന് ഉടച്ചെടുക്കുകയും കൂടെ വേണം. തൈരൊക്കെ എടുക്കുമ്പം റൂം ടെമ്പറേച്ചറിലുള്ള തൈര് തന്നെ ആയിരിക്കണം. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒരു വിസ്കോ ഒരു തടിത്തവിയോ ഉണ്ടെങ്കിലും ഈ കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ കട്ടയില്ലാതെ തന്നെ തൈരും ആ പഞ്ചസാര കൂട്ടും കൂടെ മിക്സ് ചെയ്തെടുത്തു. 1/4 കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഈ ഒരു പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. ഓയിലോ നമുക്ക് ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. ഓയിൽ നമ്മൾ ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ മിക്സായി കിട്ടത്തില്ല. ഓയിലൊന്ന് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഇടഞ്ഞു വെച്ചിരുന്ന മൈദയുടെ കൂട്ടിൽ നിന്ന് 1 ടീസ്പൂൺ അളവിൽ മൈദ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കാഷ്യൂനട്ട് ചോപ്പ് ചെയ്തത് അതിനകത്തൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള മൈദയുടെ കൂട്ട് നമുക്ക് കുറേശ്ശെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം.
മൈദ നമ്മൾ കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാനും, അതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാനും ശ്രദ്ധിക്കണം. കുറച്ച് മൈദ ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ക്യാരമൽ സിറപ്പിൽ വിളയിച്ച് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. മൈദയും ആ വിളയിച്ചെടുത്ത ക്യാരമൽ സിറപ്പിനകത്തുള്ള ഫ്രൂട്ട്സും കൂടെ ഇടകലർത്തി വേണം ചേർത്ത് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഫ്രൂട്ട്സ് എല്ലാം കേക്കിൻ്റെ താഴത്തെ തട്ടി പോയിരിക്കും, എല്ലാം ഒരുപോലെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇടകലർത്തി നമ്മൾ മൈദയും അതുപോലെ തന്നെ ആ വിളയിച്ച് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സും കൂടെ ഇടകലർത്തി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കേക്ക് ബേക്കായി വരുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ബീറ്ററൊന്നും ഇല്ലയെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ ക്രിസ്മസിന് കേക്ക് തയ്യാറാക്കി എടുക്കാതിരിക്കേണ്ട. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കൂട്ടുകാർക്ക് നല്ല റിച്ച് ആയിട്ടുള്ളൊരു പ്ലം കേക്ക് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെയൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി, കറക്റ്റായിട്ട് നിങ്ങൾക്ക് കേക്ക് ഫ്ലോപ്പ് ആകാതെ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ക്യാരമലിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സും മൈദയും കൂടെ ഇല കലർത്തി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരുന്നു. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നട്ട്സാണ്. നട്ട്സ് ഞാൻ അതുപോലെ മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിരുന്നല്ലോ, ആ ഒരു കൂട്ടും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാറ്ററൊക്കെ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്, ഒട്ടും ലൂസുമല്ല ടൈറ്റുമല്ല. ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കേക്ക് ട്രേയിലോട്ടാണ് ഈ കേക്കിൻ്റെ മിക്സിനെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതേ സമയം തന്നെ ഞാൻ ഓവനും 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റ് പരുവമാണ്. നിങ്ങൾക്ക് ടൈറ്റായിട്ട് തോന്നുവാണെങ്കിൽ ലേശം പാൽ ഒഴിച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ ഒഴിച്ച ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ സ്പാച്ചില ഉപയോഗിച്ചിട്ടോ ചെറുതായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി എയർ ബബിൾസ് പോകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടതും കൂടിയുണ്ട്. ഇനി ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് റേസിൻസും അതുപോലെ തന്നെ ചെറിയുമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് കശുവണ്ടിയൊക്കെ വെച്ച് കൊടുത്ത് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ഞാൻ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ്. 180 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ്സോളം എടുക്കും നമുക്കിതൊന്ന് ബേക്കായി വരാൻ. റിച്ച് ആയിട്ടുള്ളൊരു പ്ലം കേക്കാണ്, അപ്പോൾ അത് ബേക്കായി വരാണെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഒരു 45 മിനിറ്റ്സ് ടു 50 മിനിറ്റ്സോളം എടുക്കും നമുക്കിത് കറക്റ്റായിട്ട് ബേക്കായി കിട്ടാൻ. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കേക്ക് ബേക്കായി കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ വെച്ച് കൊടുത്ത ആ ഫ്രൂട്ട്സൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുമുണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയായിരിക്കുന്നു, കഴിക്കാനും അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ്. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറിയ ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. എപ്പോഴും പ്ലം കേക്കൊക്കെ തയ്യാറാക്കി ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോഴാണ് അതിന് കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഉണ്ടാക്കി ഉടനെ സെർവ് ചെയ്യുന്നതിനെക്കാട്ടിൽ ഒരു ദിവസം ഒന്ന് വെച്ചിട്ട് തന്നെ സെർവ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ മുട്ടയൊന്നും ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് കേക്ക് സോഫ്റ്റ് ആകാതിരിക്കത്തൊന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഈ ഒരു രീതി നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ കട്ട് ചെയ്ത പീസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഫ്രൂട്ട്സൊക്കെ കറക്റ്റായിട്ട് തന്നെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഒന്നും അടിത്തട്ടിലൊന്നും പോയിട്ടുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്ലം കേക്ക് തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ക്രിസ്മസിന് കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു എഗ്ലെസ് പ്ലം കേക്കാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചത്. ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്തിട്ടില്ല എന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതി നിങ്ങൾ തയ്യാറാക്കിയെടുത്ത് നമ്മൾ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടൊരു കേക്ക് തയ്യാറാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ തയ്യാറാക്കാം. ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ല. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കൂട്ടുകാരുടെ ഇടയിലേക്ക് എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.